ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹീറോണ്ട പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് ചെയ്സ് വെൽഡിങ് പറഞ്ഞിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡിൻ്റെ ഭാഗം ചെയ്സ് മൊത്തം ഒടിഞ്ഞു പോയേക്കായിരുന്നു. അപ്പോൾ അത് വെൽഡിങ് ഉണ്ട്. അതേപോലെ തന്നെ ജനറൽ സർവീസ്, ചെയിൻ സ്പോക്കറ്റ് മാറ്റാനുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റണം, ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ഒരു സൈഡ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെയിൻ കവർ വരെയാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ചെയിനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് നമ്മളതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷം ചെയ്സിൻ്റെ ഈ ഭാഗമാണ് ഒടിഞ്ഞു പോയിരുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു കമ്പിയൊക്കെ കൊടുത്തിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സൈഡ് സ്റ്റാൻഡുമ്പോൾ കൊണ്ടുവന്ന് വെച്ച് ലോഡ് ചെയ്ത് നിർത്തുമ്പോൾ കൊണ്ടും പ്രോബ്ലംസാണ് മെയിനായിട്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം എല്ലാ ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗവും തന്നെ വെൽഡ് ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പക്കാ ക്ലിയറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ചെയ്സ് കിട്ടി ആ ചെയ്സിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് അത് ഇതുമേക്ക് മോൾഡ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ, കറക്റ്റായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. പക്ഷേ നമുക്ക് ചെയ്സ് അവൈലബിൾ അല്ല. ചെയ്സ് മേടിക്കണമെങ്കിൽ 10,000 രൂപ എന്തെങ്കിലും ചെയ്സിന് മാത്രം വരും. അപ്പോൾ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ വെൽഡിങ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. കാരണം അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ വെൽഡിങ്ങിൻ്റെ ഇതൊക്കെ കാണാനായിട്ട് പറ്റും. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ തന്നെ മാർഗ്ഗമുള്ളൂ. പിന്നെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. ചെയിൻ തീരെ മോശം അവസ്ഥയിലേക്ക് ആയിട്ട് പോയേക്കണതല്ല ശരിയും. കാരണം എന്താ വെച്ചാൽ ചെയിൻ്റെ പല്ലുകളൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ചെയിൻ ഓവർലാപ്പിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടാം, കുഴപ്പമില്ല. പക്ഷേ ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ ചെയിനിൽ ലൈഫ് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് അതുകൊണ്ടോ. നമ്മൾ ചെറിയ ഒരു ഗട്ടറി ചാടിയാൽ പോലും ഓവർ ആക്ഷൻ വരുമ്പോൾ ചെയിൻ പെട്ടെന്ന് ഓവർലാപ്പിങ്, അത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. കറക്റ്റ് അലൈൻമെൻറ്റിലല്ലാത്ത വർക്കിംഗ് വരുമ്പോഴത്തേക്കും ചെയിൻ ലൈഫ് കിട്ടില്ല. തന്നെയല്ല ബാക്ക് ഷോക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഫുൾ ഓയിൽ ലീക്കായിട്ട് ജസ്റ്റ് വെറുതെ ബാക്ക് പിടിച്ചൊന്ന് ഷേക്ക് ചെയ്താൽ തന്നെ ബാക്ക് സൈഡ് ഇങ്ങനെ തുള്ളി കളിക്കാം. അപ്പോൾ ബാക്ക് ഷോക്ക് മാറ്റിയതിന് ശേഷം ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാലാണ് ചെയിൻ ലൈഫ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയാം. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഇപ്പോൾ ബാക്ക് ഷോക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് തരാം. അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളൂ. പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് മാറ്റിയിടണം. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് ഒരു എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്, ആ സൈഡ് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ ടാപ്പറ്റ് ക്ലിയറൻസൊക്കെ ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വാൽവ് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ബാറ്ററിക്ക് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്, നമ്മൾ കൺവെർട്ടർ വെച്ചിട്ടുണ്ട് വർക്ക് ചെയ്യണേ, അതങ്ങനെ ഓടട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അത് ചെയിൻ സ്പോക്കറ്റ്, ബാക്ക് ഷോക്ക് അബ്സർ, വീൽ ഡാമ്പർ, എഞ്ചിൻ ഓയിൽ, അതേപോലെ തന്നെ ചെയ്സ് വെൽഡിങ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഷോക്കിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോക്കിൻ്റെ കേസ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. അപ്പോൾ അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ ഒന്ന് ചെയ്തേക്കാം. ഓക്കെ.